സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. വടകരയുടെ കായിക പെരുമയ്ക്കും ആരോഗ്യക്ഷമതയ്ക്കും പുതിയ മാനം നൽകിയ VPTC ഗാന്ധി ജയന്തി ദിനത്തിൽ നാരായണ നഗരം ഗ്രൗണ്ട് ശുചീകരിച്ചു. ശുചീകരണ പ്രവർത്തനത്തിൽ മെമ്പർമാരും കായിക താരങ്ങളും പങ്കെടുത്തു. വടകര ഫിസിക്കൽ ട്രെയിനിംഗ് സെന്റർ എന്ന പേരിൽ 2020 ജനുവരിയിൽ ആരംഭിച്ച ട്രസ്റ്റാണ് VPTC. കോഴിക്കോട് ജില്ലയിലെയും അയൽ ജില്ലകളിലെയും 5 വയസ്സ് മുതലുള്ള ആൺപെൺ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് സൗജന്യമായി കായിക പരിശീലനം നൽകുക എന്നതാണ് VPTCയുടെ ലക്ഷ്യം. അത്ലറ്റിക്, വോളിബോൾ, ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ തുടങ്ങിയ ഗെയിംസിൽ കുട്ടികളെ മത്സരത്തിന് പ്രാപ്തരാക്കുകയാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ട്രസ്റ്റ് സെക്രട്ടറി PK വിജയൻ പറഞ്ഞു. സെന്ററിൽ എല്ലാ വിധ കുട്ടികൾക്കും, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരെയുള്ള കുട്ടികൾക്ക്, അതുപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നാരായണനഗരം ഗ്രൗണ്ട് മുനിസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെയാണ് ഞങ്ങളിത് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ഗ്രൗണ്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ദിശയുടെ പരിപാടികൾക്ക് തടസ്സം കൂടാതെ ഞങ്ങൾ ഇവിടെ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്തുക. ഇവിടെ തന്നെയാണ് ഇത് കുറച്ച് സാധനങ്ങൾ സ്പോൺസർ ചെയ്യുകയും ബാക്കിയെല്ലാം ഞങ്ങളുടെ പേരൻസ് വാങ്ങിത്തരികയും ചെയ്തിട്ടുണ്ട്. ഈ സൗകര്യം ഗ്രൗണ്ട് ഞങ്ങൾക്ക് തന്നെ സൗകര്യമുണ്ട്. ഈ സാധനങ്ങൾക്ക് ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും നേരത്തെയാണ് ചെയ്തിട്ടുള്ളത്. മഴക്കാലത്തും വേനൽക്കാലത്തും ഉൾപ്പെടെയുള്ള പരിശീലനമാണ് ഇവരുടെ പ്രത്യേകത. VPTC പ്രസിഡന്റ് TE രവീന്ദ്രനും വൈസ് പ്രസിഡന്റായ P രാമചന്ദ്രനും സെക്രട്ടറി PK വിജയനും ജോയിന്റ് സെക്രട്ടറിമാരായ CK രവീന്ദ്രനും CV വിജയനും എല്ലാം മുൻപന്തിയിൽ തന്നെയുണ്ട്. നിരവധി മത്സരങ്ങളിലും മാസ്റ്റേഴ്സ് മത്സരങ്ങളിലുമെല്ലാം പങ്കെടുത്ത് സമ്മാനം നേടിയവരാണ് VPTCയിലെ അംഗങ്ങൾ എന്ന് CV വിജയൻ പറഞ്ഞു. ഇത് 4 വർഷമായിട്ട് ഞങ്ങളിവിടെ ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളീ കാണുന്ന എല്ലാ എക്യുപ്മെൻസും നമ്മൾ തന്നെ, നമ്മുടെ രക്ഷിതാക്കളും ഒക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിലെന്നല്ല, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും 8 വയസ്സ് മുതൽ ഏകദേശം 75 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇതിൻ്റെ അത് പരിശീലിക്കുന്നുണ്ട്. പരിശീലനം മാത്രമല്ല, ഈ കുട്ടികളെ ഞങ്ങൾ മിനി മുതൽ സീനിയർ വരെയുള്ള ജില്ലാ അത്ലറ്റിക്സ് മീറ്റിന് കുട്ടികൾ ഞങ്ങൾ തന്നെ പരിശീലനം കൊടുക്കുന്നുണ്ട്. കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഈ ജില്ലാ അത്ലറ്റിക്സ് മീറ്റിന് പങ്കെടുത്തുകൊണ്ട് വിജയം ഭരിക്കുന്ന പ്രൈസ് വാങ്ങുന്ന എത്രയോ കുട്ടികൾ ഇതിൻ്റെ അകത്ത്. അതുകൂടാതെ മറ്റേ മുതിർന്നവരെ 75 വയസ്സ് വരെയുള്ള പുരുഷന്മാരെ അവരെ മാസ്റ്റേഴ്സ് മീറ്റിന് ഞങ്ങൾ കൊണ്ടുപോകും. ഇപ്പം നവംബറിൽ മാസ്റ്റേഴ്സ് മീറ്റ്, സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റ് വരികയാണ്. ആ മാസ്റ്റേഴ്സ് മീറ്റിൽ ഈ 75 വയസ്സ് വരെയുള്ള 35 വയസ്സിന് മേലെയുള്ള 75 വയസ്സ് വരെയുള്ള 100 വയസ്സ് വരെയുള്ള എല്ലാവർക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന എല്ലാ സ്റ്റേറ്റ് മീറ്റുകളിലും മാസ്റ്റേഴ്സ് മീറ്റുകളിലും ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാർ പങ്കെടുക്കലുണ്ട്. മിക്കവാറും 90% ആൾക്കാർക്കും പ്രൈസ് കിട്ടാറുണ്ട്. കാരണം വെച്ചാൽ എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ഇവിടെ മാത്രമേ ഇത്ര സംഭവം നടക്കുന്നുള്ളൂ. ഇന്ത്യയിൽ തന്നെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ മാത്രമായിരിക്കും ആദ്യമായി ചെറിയ കുട്ടികൾ മുതൽ 100 വയസ്സ് വരെയുള്ള തികച്ചും എന്ന് വെച്ചാൽ 10 ഇതിൻ്റെ ഭാരവാഹികൾ തികച്ചും സൗജന്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പരിശീലനം നൽകുന്നത്. അതിന് ഇവിടുത്തെ രക്ഷിതാക്കൾ, നമ്മളോട് വരുന്ന രക്ഷിതാക്കളൊക്കെ പൂർണ്ണ സഹകരണത്തോടെ എല്ലാ സഹായം ചെയ്യുന്നു. ഈ നിങ്ങൾക്ക് കാണാൻ ശനിയാഴ്ചകളിൽ നമ്മൾ ക്രോസ് കൺട്രിയാണ് വെക്കാറ്. ക്രോസ് കൺട്രി എന്ന് പറഞ്ഞാൽ 8, 10, 15 കിലോമീറ്ററാണ് ഇവരെ കൊണ്ട് ഓടിക്കുന്നത്. മാരത്തോൺ മത്സരങ്ങൾ വരികയാണെങ്കിൽ മാരത്തോൺ മത്സരങ്ങൾ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരും, രക്ഷിതാക്കൾ വരെ മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. അവർക്കൊക്കെ പ്ലേസ് കിട്ടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നടന്ന നമ്മുടെ സാൻഡ്ബാഗ്സിൽ നടന്ന മാരത്തോണിൽ എന്നുവെച്ചാൽ കെനിയ മുതലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ 4 5 പേര് പങ്കെടുക്കുന്നു. ആ 5 പേർക്ക് ഒഴികെ ബാക്കി എല്ലാ സമ്മാനങ്ങളും കിട്ടിയിരിക്കുന്ന ആർക്ക് VPTCയുടെ റോട്ടറി ക്ലബ്ബ് നടത്തി. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി നടത്തുന്ന സ്പോർട്സുകളിൽ ഞങ്ങളുടെ നിറസാന്നിധ്യം നമ്മുടെ കുട്ടികൾ എപ്പോഴും പരിശീലിച്ച് നമ്മൾ പിന്നെ ഒരു വിഭാഗത്തിൽ, പിന്നെ വനിതകളുടെ വിഭാഗത്തിലൊക്കെ ചാമ്പ്യന്മാരാവുന്ന അവസ്ഥയാണ് ഞങ്ങൾ. ഇത് സാധാരണ ഈ VPTCയുടെ ട്രെയിനിങ് ഞങ്ങൾ വർഷം തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ. നമ്മൾ നിൽക്കുന്ന ഞായറാഴ്ച മാത്രം ഒരു ദിവസം അവധി കൊടുക്കുന്നത്, ബാക്കി എല്ലാ ദിവസവും മഴയത്തും ഇത് പ്രവർത്തിക്കും. മഴയത്തെന്ന് പറഞ്ഞാൽ മഴയത്ത് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ മാനേജ്മെൻറ്റ് സഹകരണത്തോടെ ശ്രീനാരായണ സ്കൂൾ വെച്ചിട്ടാണ് മഴയത്ത് പോലും എന്ത് ചെയ്യുന്നു, അവിടെ എന്തുണ്ട്, റൂഫുണ്ട്. അവിടെ ഗ്രൗണ്ടിലൊക്കെ റൂഫുള്ളതുകൊണ്ട് അവിടെ വെച്ചാണ് ഞങ്ങൾ മത്സരം നടക്കാറ്. എന്നുവെച്ചാൽ ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ വൃത്തിയാക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ 3-4 മാസമായിട്ട് അവിടെയായിരുന്നു ട്രെയിനിങ്, മഴയായതുകൊണ്ട്, ഇവിടെ ചളിയൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മഴ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. നമ്മുടെ പ്രദേശം ഈ കാണുന്ന എക്യുപ്മെൻറ്റ്സ് മുഴുവൻ ഞങ്ങളും പിന്നെ അതുപോലെ രക്ഷിതാക്കളും ഒക്കെ സഹകരണത്തോടെയാണ് ഇതൊക്കെ വാങ്ങിയിരിക്കുന്നത്.